പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSന്റെ +2 സോഷ്യോളജി, ഹ്യൂമാനിറ്റീസിൽ വരുന്ന സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 31ാമത്തെ ചാപ്റ്ററിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സും ക്വസ്റ്റ്യൻസും ആൻസറാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സൊസൈറ്റി, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് എൻ്റെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 60%ൽപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ, ട്രൂ ഓർ ഫോൾസ്, മാച്ച് ദ ഫോളോയിങ്സ്, 1 വേർഡ് ആൻസർ. അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ 31ാമത്തെ ചാപ്റ്ററാണ്, 31.1, 31.2, 31.3 ഇങ്ങനെ പറഞ്ഞ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസർ ആ ചാപ്റ്ററിൽ തന്നെ ഉണ്ടാവും. അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ PDF ഡൗൺലോഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 ട്രൂ ഓർ ഫാൾസും 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് ഈ ചാപ്റ്ററിൽ വരുന്ന 31.2, 31.3 ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യുന്നത്. അതിൽ ഒന്ന്, ഡോക്ടർ എൻജോയ്ഡ് ദി ഇൻഹെറിറ്റൻസ്, അല്ലെ, മകള് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാല് ആൻഡ് സക്സഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, അതേപോലെ അനന്തരാവകാശവും പിന്തുടർച്ചാവകാശം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവകാശം. ഇൻ പാട്രിലിനിയൽ ഫാമിലി, പിതാവ് മേധാവിത്വമുള്ള ഒരു കുടുംബത്തിൽ അവിടെ മകൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്തുടർച്ചാവകാശവും അതേപോലെ തന്നെ എന്താണ് അനന്തരാവകാശം. അത് തെറ്റാണ്. പിതാവ് സ്വതന്ത്ര കുടുംബത്തിൽ മകൾ ഒരിക്കലും അവിടെ എന്തില്ല ആവുന്നില്ല. അത് പാട്രിലിനിയൽ ഫാമിലിയുടെ പ്രത്യേകത അല്ല. അപ്പൊ അത് ഫാൾസ് ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്, ഡൊമസ്റ്റിക് വയലൻസ് ഓൺ വുമൺ ഇസ് എബോവ് കാസ്റ്റ് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് വുമൺ ഇസ് എബോവ് കാസ്റ്റിന്റെ ഇതാണ്. അത് ട്രൂ ആണ്. 3, ഗീവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി ഈസ് പണിഷബിൾ ഓഫർ, അല്ലേ. ഈ ഡൗറി എന്ന് പറയുന്നത് സ്ത്രീധനപരമായിട്ട് വാങ്ങുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസസ്. ഡൗറി ആക്ട് 1976 നിർബന്ധിച്ച് സ്ത്രീധനം വാങ്ങുക എന്നുള്ളത് 1976 ഒരു പണിഷബിൾ കുറ്റാണ്. അത് ശരിയാണ്. 4, വുമൺ ലേബേഴ്സ് ആർ എക്സ്പ്ലോയിറ്റഡ് ഇൻ മൂഡ് ഓഫ് ലേബർ, അല്ലെ. സ്ത്രീ ലേബർ എന്ന് പറയുന്നത് പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്, അല്ലെ. വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ശരിയാണ്. 5, മെജോറിറ്റി ഓഫ് വുമൺ ആർ അവെയർ ഓഫ് ആക്ട് റിലേറ്റഡ് ടു പ്രൊഹിബിഷൻ ഓഫ് ദെയർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. ഭൂരിപക്ഷവും സ്ത്രീകള് ബോധവാന്മാരാണ് എന്തിനെ കുറിച്ചിട്ട്, അവരെ ചൂഷണം ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും അവകാശങ്ങളെ കുറിച്ച് അവർക്ക് ബോധപരന്മാരാണ് എന്നുള്ളതാണ്. അത് തെറ്റാണ്, ഫാൾസാണ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. OBC ഓക്കുപൈ ഡേഷ് പൊസിഷൻ ഇൻ ദി കാസ്റ്റ് സിസ്റ്റം. OBC ഓക്കുപൈ എന്ന് പറഞ്ഞാൽ മിഡിൽ പൊസിഷൻ ആണ്. ജാതി വ്യവസ്ഥയിൽ OBC എന്ന് പറഞ്ഞാൽ മിഡിൽ പൊസിഷൻ, മിഡിലാണ് ഇവിടെ ആൻസർ. OBC Annexure 1 ആർ ഡേഷ് ഡെവലപ്ഡ് എക്കണോമിക്കലി ആൻഡ് എത്തിക്കലി. OBC Annexure 1 are less developed economically and educationally. 3, Mandal Commission was instituted dash. Mandal Commission instituted ചെയ്തിരിക്കുന്നത് 1979. 4, Mandal Commission report was implemented in dash. Mandal Commission report implement ചെയ്തിരിക്കുന്നത് 1993. Last one, majority of OBC of Annexure 1 are മാർജിനൽ ആൻഡ് സ്മാൾ ഫാർമർ. മെജോറിറ്റി ഓഫ് OBC എന്ന് പറയുന്ന Annexure 1 പ്രകാരം അവരൊരു മാർജിനൽ ലെവലിൽ നിൽക്കുന്ന കൃഷിക്കാരും അത് സ്മാൾ ഫാർമറും ആയിട്ടാണ് അറിയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി തുടർന്നുള്ള വീഡിയോയിൽ നമ്മുടെ ക്ലാസ്സുകളുണ്ടാവും, എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകളുണ്ടാവും. അതേപോലെ തന്നെ അസൈൻമെന്റ് വേണ്ടവർക്ക് അതുണ്ടാവും, പ്രാക്ടിക്കൽ റെക്കോർഡ് വേണ്ടവർക്ക് അതുണ്ടായിരിക്കും. NSന്റെ SSLC +2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്.
എല്ലാ ജില്ലകളും അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് എല്ലാ വിഷയങ്ങളുടെയും ഗൈഡുകൾ മലയാളത്തിലുള്ളത്, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ നൽകുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ഇതിന്റെ വർക്കുകൾ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ലീവിന് നാട്ടിൽ വരുന്നവര് സമയത്ത് എക്സാം എഴുതാൻ പുസ്തകം നമുക്ക് അയച്ചു കൊടുക്കും. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ആളുകൾക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഇഗ്ന യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.